ഇന്നലത്തെ ടാസ്കിൽ ആര്യൻ മൊട്ടയടിക്കാത്തതിൽ ഒരുപാട് പേർക്ക് വലിയ എതിർപ്പുണ്ടായല്ലോ. പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ആര്യൻ നിൽക്കുകയാണ്. അപ്പാനി വരുന്നുണ്ട്. "എടാ നിനക്ക് മൊട്ടയടിക്കാമായിരുന്നു എങ്കിൽ അത് മാസായനെ, മറ്റേതായനെ, മറിച്ചതായനെ" എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തലുകളുടെ കൂടി സ്വരത്തിൽ ഇതൊരു ടാസ്ക് ആയിരുന്നു, 1000 പോയിന്റ് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി ആര്യൻ്റെ അടുത്ത് പറയുന്നതാണ്. എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തതാണ്. അവിടെ ആര്യൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി കാണുമ്പോൾ നമുക്കറിയാം 23 വയസ്സുള്ള മെച്യൂരിറ്റി ഇല്ലാത്ത എടുത്തുചാട്ടക്കാരനായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പയ്യൻ മാത്രമല്ല ആര്യൻ. അതുക്കും മേലെ അത്യാവശ്യം ഗെയിമിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന, ചിന്തിക്കാൻ അറിയാവുന്ന, കളിക്കാൻ അറിയാവുന്ന ഒരു നല്ല പ്ലെയറായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റും കൂടിയാണ്. ആര്യൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പാനിക്ക് രേഷ്മയെ കാണണ്ട, ഫാമിലി വരണ്ട, 750 പോയിൻ്റാണ് വലുതെന്ന് അപ്പാനി എന്തേ പറയാത്തത്? അപ്പാനിക്ക് മാസാവായിരുന്നല്ലോ, അപ്പാനിക്കും ആ പോയിൻ്റ് സേവ് ചെയ്യാമായിരുന്നല്ലോ, അതെന്തേ ചെയ്യാത്തതെന്ന് ആര്യം ചോദിക്കുന്നുണ്ട്. അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. കാരണം നമ്മുടെ ആദിലയും നൂറയും അപ്പാനിയുടെ ഫാമിലിയെ സെലക്ട് ചെയ്ത് ഫാമിലിയാണ് വലുത്, പോയിൻറ്റ്സ് അല്ല എന്ന് പറഞ്ഞ് വന്ന സമയത്ത് അപ്പാനിയുടെയൊക്കെ സന്തോഷം കാണുമായിരുന്നു. നല്ലതാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി എവിടെയായാലും വേണം മനുഷ്യന്. അപ്പോൾ അത് അങ്ങനെ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു അപ്പാനി എങ്ങനെയാണ് അവർക്ക് ഈ ആര്യനെ കുറ്റം പറയാൻ പറ്റുക? ആര്യൻ മൊട്ടയടിക്കണമെന്ന് എങ്ങനെയാണ് വാശി പിടിക്കാൻ പറ്റുക? അതിനുവേണ്ടി വഴക്കിടാൻ പറ്റുക? കാരണം അത് ആര്യൻ്റെ വ്യക്തിപരമായിട്ട് ആര്യൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അത് ചെയ്യണമെന്നൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അത് ആര്യൻ പറഞ്ഞ പോയിൻ്റ് വളരെ കൃത്യമായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ അപ്പാനി പ്ലേറ്റ് മറിച്ചിട്ട് അതിനെ അഭിലാഷിലോട്ട് കൊണ്ടുപോയി. അവനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ശരിക്കും ഹൗസിലെ അംഗങ്ങൾ പ്രായം കുറവല്ലേ, അല്ലെങ്കിൽ അധികം മലയാളം നന്നായി സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.